പോവാണ്, ഇല്ലെങ്കിൽ സീനാവും. കുട്ടി സീനാക്കും, അതാണ് ഇവിടുത്തെ പ്രശ്നം കേട്ടോ. എടാ നമ്മുടെ പ്ലാൻ ഇങ്ങനെ വിജയിച്ചിട്ടുണ്ട്. ഈ ഒരു മിസ്സിംഗ് കേസിൽ ഇവനും കൂടി അത് ഉൾപ്പെടുത്തിക്കോ. 4 പേരുമായിട്ട് ഇനി ഇവന് 5ാമത്തായിട്ടൊരു സ്കൂട്ടിക്ക. ഇവന് ജീവൻ തിരിച്ചു കിട്ടാനുള്ള വഴിയില്ല കേട്ടോ. കേസ് ഞാനിങ്ങനെ ഇവൻ്റെ വീട് അങ്ങനെ കണ്ടുപിടിച്ചു. ഒരു വീട് എങ്ങനെയാന്ന് വെച്ചാൽ ഇവൻ്റെ അച്ഛൻ്റെ ഫോട്ടോ കണ്ട് ഈ ഒരു വീടിൻ്റെ മുന്നിലുണ്ട് കേട്ടോ. മാമ എന്ത് മാമ, അതാണല്ലോ ഈ ഒരു ക്യാറ്റിന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവനക്ക് സന്തോഷമായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഡോർ അടച്ചിട്ട് ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ. അല്ല എത്ര പെട്ടെന്ന് ഉറങ്ങിയോ? അയ്യോ കഥ അടച്ചിട്ടാണോ പോയത്? ഉറങ്ങിയിട്ടുണ്ട്. ഇനി അവനക്ക് വേണ്ട പാല് കണ്ടുപിടിക്കണം. ചെക്കൻ കരയാണ് കേട്ടോ. നേരത്തെ മൊത്തം വണ്ടിയിൽ കരച്ചിലോടെ കരച്ചില്ല. അവസാനം ഈ ഫ്രിഡ്ജിന് പാലും കുപ്പി കാണുന്നില്ല. ഇവിടെ എന്ത് സംഭവിക്കുന്നത്? അതാണ്ട് ഇതിനകത്ത് ഇതാരെ കൊടുന്ന് വെച്ച് ഞാനല്ല എന്തായാലും. താണ്ട് ഇവ നീച്ച് ഇവിടെ എത്തിയ അയ്യടാ. അപ്പോഴേക്കും ഞാൻ മൂഞ്ചിപ്പിച്ച്. എന്തായാലും ഇനി നമുക്ക് എനിക്ക് ഇടാനുള്ള പമ്പേഴ്സ് ഇതന്നെ. എടാ ഇതെന്താ ഈ വീട്ടിൽ പ്രേതണ്ടാ? ഇവിടെ ഒട്ടുമിക്ക സാധനങ്ങളും നീച്ച് മണ്ടാണ്. എടാ ഇതെന്ത്? എടാ ഈ പിശാജ് ആകെ മൂഞ്ചി. എവിടെ വേണ്ട അവിടെ തല ഇറങ്ങിയില്ലേ? എസ്പിളിയിൽ പൊടിച്ചാൻ കിട്ടി. എവിടെ 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 ചെക്കനെവിടെ? ചെക്കത്തിനകത്ത് അവിടെ നിന്നുണ്ട്, ഇവിടെ കിടക്കുന്നുണ്ട്. അവനക്ക് ഓക്കെ, എനിക്ക് ഇട്ട് കൊടുത്തപ്പോഴേക്കും അവനക്ക് സന്തോഷമായി. നീ ഇതെന്താണ് ഇവിടെ പോയിരിക്കുന്നത്? ഈ ചെക്ക സീനാണ്. നമുക്ക് എന്തായാലും ഇവനെ ഒന്നുകൂടി കൊണ്ടുപോയി ഉറക്കാം. ഇത് ഞാൻ പാലെടുക്കാൻ പോയത് അറിഞ്ഞ സ്ഥിതിക്കേ അവിടുന്ന് മണ്ടിക്കണ്. നമുക്ക് കുറച്ച് കഥ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ ഉറക്കിയിട്ടുണ്ട് അവനെ. ഇനി ഞാൻ പോട്ടേട്ടാ. ഒടുവിൽ രക്ഷപ്പെട്ട്. കുറച്ചൊരു TV വേണം. TV ബോറാവുന്നു. ഇതെന്ത്? ഇതൊക്കെ ആരും ഓർഡർ ചെയ്ത്? ഹായ്, ഇതെന്തായാലും കോളായി ഗൈസ്. വിശന്നിട്ടിരിക്കുന്ന നേരത്തെ തന്നെ കറക്റ്റ് ടൈമിനാണ് ഇത് വന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഒരു സാൻഡ്വിച്ച് അങ്ങോട്ട് ഉണ്ടാക്കാം. സാൻഡ്വിച്ചിന് കൊണ്ട് ബ്രെഡ് ഇവിടെ ഉണ്ടല്ലോ. നമുക്ക് ബ്രെഡിലിരിക്കട്ടെ. നമുക്കിനി ഒരു എഗ്ഗ് വേണം. ഓക്കെ, ഒരു മുട്ട അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ സംഭവം അങ്ങനെ സെറ്റായി. കൊയ്യോ ഇതെന്ത്? ഫീഡ് മീ. ഇതാ കുരിപ്പിൻ്റെ പണിയാണ് കേട്ടോ. ഫീഡ് മീ. അവൻ്റെ ഫ്രിഡ്ജ് കാലിയായി. അയ്യോ ഇതെങ്ങനെ ഈ കുരിപ്പ്? അയ്യോ ഇതെന്ത് സംഭവിക്കുന്നത്? ഷടാ എവിടേക്കാണ് ഇതിന് വഴി? ഈ വഴി ഞാൻ എവിടെയോ കണ്ടിക്കണേ. ഇത് 10ാം നമ്പർ ഡോറിന് നമ്മളെ ഡൈനിങ് ഹാളിൽ എത്തും. അതെവിടെ? ഇതാണ് നമ്മുടെ 10ാം നമ്പർ കേട്ടോ. ഇതിൽ കയറാം. ഞാൻ്റെ കുരിപ്പോടെ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇപ്പം എനിക്ക് സന്തോഷമായി. ഞാണ്ട് ഇവൻ പിന്നെ ഈ ചെറുക്കനെ ഞാൻ ഉണ്ടല്ലോ. എടാ ഒന്നും പറയുന്നില്ല അവനെ. ഇതും കൂടി വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇവൻ എന്തോ ഇവൻ്റെ മേത്ത് ഏതോ ബാധ കയറി കുടിക്കണേ. ഈ ചെക്കൻ ശരിയല്ല കേട്ടോ, പ്രേതബാധയുള്ള ചെക്കനാണ്. അയ്യോ അതെവിടെ? ആ മുട്ടത്തലേനെ കാണുന്നില്ല. എൻ്റെ പൊന്നു ഗൈസ്, നമുക്ക് ആ മറ്റേ എമർജൻസി സംഭവം എടുക്കാണ്ട്. ഈ കുരിപ്പ് ഇവിടെയും വന്നോ. താണ്ട് ഈ സാധനം എവിടെ? പോയാ? അപ്പോഴേക്കും താഴത്തെത്തി കാണും. താണ്ട് നിൽക്കുന്നത്. താണ്ടേ ഇവൻ എന്തോ സീനുണ്ട് കേട്ടാ. ഗൈസ് ഇവൻ ഉറങ്ങി. അയ്യോ രക്ഷപ്പെട്ട്. എടേ ഇതെന്ത്? അയ്യോ ഗൈസ്, ഇതെല്ലാം നമ്മുടെ മറ്റേ ചെങ്ങായിയുടെ പണിയാണ്. ഇവൻ കാരണമാണ് ഞാൻ ഇതുവരെ എത്തിയത് കേട്ടോ. ഇവിടെ കിടക്കട കൊച്ചിറക്കാം. എവിടാ നിൻ്റെ ടോയ്, നിൻ്റെ ക്യാറ്റ് ഷീപ്പ് മതി ഇപ്പോൾ നിനക്ക്. ഇതിൽ വെച്ചൊന്നും മുണ്ടാതെ കിടന്നുറങ്ങാം അവിടെ. നിനക്ക് കുറച്ച് കഥ വച്ചിരേ. താൻ ഈ ബുക്കിലവൻ ബാധ കയറ്റി വെച്ചിരുന്നു. എടാ നിനക്ക് എന്തിൻ്റെ കേടാടാ? അവിടെ കൊച്ചിറക്ക എന്നെ വെറുതെ വിടെ. ഇതെന്ത്?
അയ്യോ 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 ചേട്ടൻ കറക്റ്റ് ടൈമിന് വന്നോണ്ട് എന്റെ മോനെ രക്ഷിക്കാൻ പറ്റി. ചേട്ടൻ എന്റെ മോനെ കുറച്ച് നേരം നോക്കൂ. ഓ അതിനെന്താ?